ഇപ്പോൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ചെറിയ സംഭവം നമ്മുടെ ബാഗിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പിന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് ടച്ചപ്പൊക്കെ ചെയ്യാനായിട്ട് നല്ലതാണ്. ഹായ് ഹലോ, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സ്കിന്നിനും ഹെയറിനും പറ്റിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളിലെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോട്ട്സ്റ്റാറിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, അതേപോലെ വാങ്ങിക്കാനും പറ്റും. ഒരുപാട് പേര് റെഗുലറായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൈ ഹെർബ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മഞ്ചിഷ്ട പൗഡറാണ്. മഞ്ചിഷ്ട എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഔഷധമാണ്. അതിൻ്റെ വേര് ആണ് കേട്ടോ മഞ്ചിഷ്ട പൗഡറായിട്ട്. അതിൻ്റെ വേര് പൊടിച്ചതാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടിയാലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം കിട്ടുക. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നല്ലൊരു ബ്രാൻഡിൽ ഞാൻ കണ്ടെത്തിയതാണ് കേട്ടോ മൈ ഹെർബ്സ് എന്ന് പറയുന്ന ബ്രാൻഡ്. ഇത് മുടിക്കും അതേപോലെ തന്നെ സ്കിന്നിനും വളരെയേറെ പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ മുറിവുകളൊക്കെ വന്നിട്ടുള്ള പാടുകളിൽ അതൊക്കെ മായ്ക്കാനായിട്ട് വളരെ നല്ലൊരു ഔഷധമാണ് ഈ ഒരു മഞ്ചിഷ്ട പൊടി. ഇതും തേനും കൂടി ഇത് ഒരല്പം എടുത്തതിന് ശേഷം നമ്മൾ തേനും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മുറിവുള്ള ഭാഗത്ത് അല്ലെങ്കിൽ ആ മുറിഞ്ഞ ആ പാടുള്ള ഭാഗത്ത് നമുക്ക് പുരട്ടാം. ഇപ്പോൾ മുഖക്കുരുവൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മുഖക്കുരു വന്നതിന് ശേഷം ആ പാട് മായ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ചിക്കൻ ബോക്സ് ഉള്ളവർക്ക് ഇതും രക്തേന്ദ്രവും കൂടി തേനിൽ ചാലിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. മഞ്ചിഷ്ട ചർമ്മരോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എക്സിമ അതേപോലെ തന്നെ അരിമ്പാറ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഓയിലി സ്കിന്നുള്ളവർക്കാണെങ്കിൽ തേനിൽ ചേർത്ത് ഉപയോഗിക്കാം. ഡ്രൈ സ്കിന്നുള്ളവർക്കാണെങ്കിൽ പാലിൽ ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു പാക്കിൻ്റെ വില വരുന്നത് 247 രൂപയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി കാണാം. അടുത്തത് മേബ്ലൈൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ്. നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പൗഡറിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഒരു മാറ്റ് ഫിനിഷൊക്കെ തരുന്നതാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 310 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഒരു മീഡിയം സ്കിൻ ടോണുകാർക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് റീപർച്ചേസ് ആണ്. നമ്മളിത് ഇതിനു മുമ്പ് വാങ്ങിച്ച് ഉപയോഗിച്ചതാണ്. ഇത് നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സ്പോഞ്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് കേട്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകത മിററൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സ്പോഞ്ച് വരുന്നുണ്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. അടുത്തത് ലയൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സാഫ്രോൺ ആണ്. ഇത് നമ്മുടെ കുങ്കുമപ്പൂ എന്ന് പറയില്ലേ, കുങ്കുമപ്പൂവിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഒറിജിനൽ കിട്ടുമ്പോഴാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. ഇത് സർട്ടിഫൈഡ് എ എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഇപ്പോൾ എഡിബിൾ ആണ്, അതായത് കഴിക്കാനും പറ്റും അതേപോലെ തന്നെ സ്കിന്നിനൊക്കെ ഉപയോഗിക്കാനും പറ്റും. ആ രീതിയിലാണ് ഞാനിതിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. ഒരു ഓയിൽ, നമ്മുടെ കസ്തൂരിമഞ്ഞളില്ലേ, കസ്തൂരിമഞ്ഞളൊക്കെ ചേർത്തിട്ടൊരു ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു സാഫ്രോൺ കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലാണ് ഞാനിത് വാങ്ങിച്ചിരുന്നത്. ഒരു ചെറിയ അളവിലാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ. 369 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഞാനിത് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രഗ്നൻസി ടൈമിലൊക്കെയാണ് ഇത് കൂടുതൽ പേര് ഉപയോഗിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ആരൊക്കെ ഇത് പ്രഗ്നൻസി ടൈമിൽ കഴിച്ചിട്ടുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ എക്സ്പയർ ഡേറ്റും പ്രൈസും ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഓർഗാനിക് ബോക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റോസ്മേരി ലീവ്സ് ആണ്. ഇപ്പോൾ നഴ്സറികളൊക്കെ റോസ്മേരിയുടെ ചെടി നമ്മൾ കാണാറുണ്ട്. കാര്യം ഇത് അത്രയ്ക്ക് അമൂല്യമായിട്ടുള്ളൊരു ഔഷധമാണ്. മുടി വളർച്ചയ്ക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് റോസ്മേരിയുടെ ബെനിഫിറ്റ്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ചോദിച്ചു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചത്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. റോസ്മേരിയുടെ ഈ ഒരു ലീവ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടീ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മുടി വളർച്ച കൂട്ടുന്ന ഒരു കാര്യമാണിത്. ഇത് മുടി വളർച്ച കൂട്ടുകയും അതേപോലെ തന്നെ സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിന് മുടി വേരുകൾ ബലപ്പെടുത്തുന്നതിനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 149 രൂപയാണ്. പല റേഞ്ചിലുണ്ട് കേട്ടോ. ഇത് ജാസ്മിൻ എസൻഷ്യൽ ഓയിലാണ്. എസൻഷ്യൽ ഓയിൽസ് ഒരുപാടുണ്ട്. ഇത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു അളവിൽ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ ഒരു ഡ്രോപ്പർ കൂടി വരുന്നുണ്ട്. 1-2 ഡ്രോപ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഒരല്പം 1-2 ഡ്രോപ്പ് ഇട്ടിട്ട് ഒന്ന് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷീണമൊക്കെ വളരെ നല്ല രീതിയിൽ മാറും. നല്ല ഒരു റിലാക്സേഷൻ കിട്ടും. വെറുതെ നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോഴും മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോഴും ഒന്ന് കുളിച്ചാൽ തന്നെ നല്ലതാണല്ലോ തണുത്ത വെള്ളത്തിൽ. അപ്പോൾ ഈ ഒരു ജാസ്മിൻ എസൻഷ്യൽ ഓയിൽ കൂടി ആഡ് ചെയ്തിട്ട് കുളിച്ചാൽ വളരെ നല്ല ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ വാങ്ങിച്ച എസൻഷ്യൽ ഓയിലിൻ്റെ പ്രൈസ് വരുന്നത് 319 ആണ്. 200 രൂപ റേഞ്ചിലും അവൈലബിൾ ആണ്. പല എസൻഷ്യൽ ഓയിൽസ് ആണ് കേട്ടോ അങ്ങനെ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പം നമ്മൾ ജാസ്മിൻ്റെ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോട്ട്സ്റ്റാറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾ വാങ്ങിയതുണ്ടോ, എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.